Hello guys, welcome back. So in this video I am going to show you a little day in my life. So ഇതൊരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നീട്ടി വെച്ച കാര്യങ്ങളും അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇന്ന് കുറച്ച് സംഭവങ്ങൾ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, അല്ലാണ്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. സോ ആദ്യം തന്നെ ഞാൻ ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ച്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്, ഒരു വാൾ ഡെക്കോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ഫുള്ളാക്കിയിട്ടില്ലേനു. അപ്പോൾ ഇതിനൊരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാപ്പിപ്പൊടിയിലോ ചായപ്പൊടിയിലോ ഒക്കെ ഇങ്ങനെ മുക്കി വെക്കണം ആ ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ മുക്കി വെച്ചാൽ മതിയാവും, എനിക്കറിയില്ല. പക്ഷേ ഞാൻ ജനൽ തുടയ്ക്കാൻ പോവുകയാണ് അടുത്തതായിട്ട്. അപ്പോൾ അതിന് മുന്നേ ഈ കളർ അതിൽ പിടിച്ചോട്ടെ വിചാരിച്ചിട്ട് മുക്കി വെച്ചതാണ്. സോ അത് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ നെക്സ്റ്റ് പണിയാണ് ചെയ്യുന്നത്. ഈ ജനൽമേലൊക്കെ ഭയങ്കര പൊടിയാണ്, അപ്പോൾ അതൊന്നും തുടയ്ക്കാൻ വിചാരിച്ച്. അപ്പോൾ ഈ ഒരു ജനൽ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് പിടിച്ചിക്കണം, അല്ലെങ്കിൽ അത് അടഞ്ഞു. അതുകൊണ്ടാണ് ഞാനൊരു വടിയൊക്കെ എടുത്ത് അവിടെ കുത്തിവെച്ചത്. സോ ഇനി ഞാൻ അടിച്ച് വരാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോഴാണ് മേശൻ്റെ ഉള്ളൊന്ന് തുടയ്ക്കാൻ വിചാരിച്ചത്. എന്നാൽ പിന്നെ അതിലെന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അതും കൂടി അങ്ങോട്ട് അടിച്ചാരി കൂട്ടാലോ വിചാരിച്ചിട്ട്. അപ്പോൾ നെക്സ്റ്റ് പരിപാടിയാണ് അടിച്ചാരി തുടയ്ക്കൽ. അപ്പോൾ ഈ അടിച്ചാരി തുടയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റൂമൊക്കെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. നല്ലൊരു ക്ലീൻ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ്. കുറേ ഐഡിയാസൊക്കെ അങ്ങനെ വരും. നമ്മളെ റൂമിൻ്റെ ആ ഒരു നമ്മളെ സ്പേസിൻ്റെ അവസ്ഥ എങ്ങനെയാണോ അത് നമ്മളെ മൈൻഡിനെയും നല്ല ബാധിക്കും. നമ്മളെ സ്വഭാവത്തിലും ബിഹേവിയറിലൊക്കെ അത് നല്ല പ്രകടമാവും. അപ്പോൾ എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള സ്പേസിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ മൈൻഡ് നല്ല കൂളാവും, നല്ല സ്ട്രെസ് ഫ്രീ ആവും. സോ ദാറ്റ്സ് ഇറ്റ്. സോ ആ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വെച്ച സാധനം നല്ല കളർ പിടിച്ചിട്ടുണ്ടായിരുന്നു, കളർ അതിൽ നല്ലോണം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് ഉണക്കാൻ വെക്കണം. അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യമാണ്, ഞാൻ കുറേ ദിവസമായിട്ട് കാത്തിരുന്നൊരു സാധനമാണ്. വേറെ ഒന്നല്ല, ജേർണലിങ്. എങ്ങനത്തെ ജേർണലിങ് പറഞ്ഞാൽ കുറേ ടൈപ്പ് ജേർണലിങ് ഉണ്ട്. അതിൽ നമ്മളിങ്ങനെ റാൻഡമായിട്ട് ഓരോന്നും ഇങ്ങനെ ഒട്ടിച്ച് അങ്ങനെ കാക്കുന്ന ആ ഒരു സാധനത്തിന് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണലുണ്ട് കുറേ സപ്ലൈസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷേ എനിക്ക് സപ്ലൈസ് ഒന്നും വെച്ചിട്ട് ഉണ്ടാക്കണമെന്നൊന്നുമല്ല, ഞാൻ തന്നെ കുറച്ച് സപ്ലൈസൊക്കെ ഉണ്ടാക്കി പിന്നെ ബാക്കിയൊക്കെ അവിടുന്ന് അടുക്കളയിൽ നിന്നും അവിടുന്ന് കൊണ്ടൊക്കെ പെറുക്കി മറ്റേ നമ്മളെ ഈ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന കടലാസില്ലേ അതൊക്കെ വെച്ചിട്ട് ഒരു വിൻറ്റേജ് തീമിലുള്ള ജേർണലാണ് ചെയ്യാൻ വിചാരിച്ചത്. അവസാനം എന്തെങ്കിലുമൊക്കെ ആയി വരും എന്നുള്ളതിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അല്ലെങ്കിലും ഈ ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ അല്ല, ജസ്റ്റ് ഇങ്ങനെ റാൻഡായിട്ട്. അപ്പോൾ ഈ പേപ്പർ കട്ടിങ്ങൊക്കെ ഞാൻ ഇന്നലെ നമ്മളെ കാപ്പിപ്പൊടി ഇല്ലേ നേരത്തെ, അതിൽ ഞാൻ ഇന്നലെ മുക്കി ഉണക്കാൻ വെച്ചിനും. പിന്നെ അവിടെ കുറച്ച് സ്ഥലം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് കോഡ്സും ഒക്കെ എഴുതി കൊടുത്തേരെ ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ഉണക്കാൻ വെച്ച സാധനം ഉണങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഡെക്കോർ ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല, അത് ഞാൻ പിന്നെ വേറൊരു ദിവസം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ഏതായാലും ഇത്രയായില്ല, ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ. പിന്നെ ഞാൻ ബാക്കി വീഡിയോ എടുത്തത് രാത്രിയാണ്. റെക്കോർഡ് ചെയ്താണുള്ളത് മിസ്സ് ഗ്രൂപ്പിൽ അയച്ചു തന്നേനും. അങ്ങനെ അതും എഴുതി. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഓൺ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വിചാരിച്ച്. എൻ്റെ അടുത്ത് കുറച്ച് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഇതിൽ വെക്കാൻ വിചാരിച്ച്. പക്ഷേ പിന്നെ അത് കൊള്ളൂല തോന്നിയേരെ അത് പിന്നെ വേറെ തന്നെ വെച്ച് എന്നിട്ട് ഒരു ഫയലിലാക്കി അറേഞ്ച് ചെയ്ത് വെച്ചതാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വീഡിയോയിലുള്ളത്. ഫുൾ ഡേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെക്ക് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ കുറേ ചെയ്യാൻ പറ്റി, അത്ര ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.